ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് സ്ലീഹന്മാരെ സ്വീകരിക്കുന്ന ഈശോയെക്കുറിച്ചാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ നാം കാണുന്നത് സാധാരണക്കാരായ മനുഷ്യരിൽ നിന്നുമാണ് ഈശോ തൻ്റെ അനുയായികളെ തിരഞ്ഞെടുത്തത്. ചുറ്റുവട്ടമുള്ള മനുഷ്യരുടെ ചിന്താഗതിയിലൊക്കെ കുറവുള്ളവരും വലിയ പാണ്ഡിത്യമില്ലാത്തവരുമൊക്കെ ആയ സാധാരണ വ്യക്തികളിൽ നിന്നും ഈശോ തനിക്ക് പ്രിയപ്പെട്ടവരെ എടുക്കുകയാണ്. നമുക്കിന്ന് ഒരുപാട് നന്മ ഉള്ളവരാണെന്ന് അഭിനയിക്കുമ്പോഴും ഭാവിക്കുമ്പോഴുമൊക്കെ ദൈവം നമ്മളെ സ്വീകരിക്കുന്നുണ്ടോ എന്നുണ്ട് ഒരു ചോദ്യം നമുക്കുണ്ടാവട്ടെ. വലിയ കർമ്മങ്ങളിലും വലിയ ചിന്താഗതിയിലും ഭാഷയിലും പണ്ഡിതത്തിലൊന്നുമല്ല, ഹൃദയത്തിൻ്റെ നിർമ്മലതയിലും നിഷ്കളങ്കതയിലുമാണ് ദൈവം പ്രീതിപ്പെടുന്നത്. സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ശുശ്രൂഷ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് വിടുമ്പോഴൊക്കെ ദൈവം ആനന്ദിക്കുന്നുണ്ടായിരുന്നു. സ്വർഗവും ആനന്ദിച്ചിട്ടുണ്ട്. ഞാനാകുന്ന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടിലൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എത്രമാത്രം ഭംഗിയിൽ ചെയ്യുന്നുണ്ടെന്നും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗം ആനന്ദിക്കുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കാം. സാധാരണക്കാരെ പോലെ, സാധാരണ ജീവിതം പോലെ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനും ബൗദ്ധിക തലങ്ങൾ കൊണ്ടല്ല, സൗമൃദ്ധികൾ കൊണ്ടുമല്ല, ഹൃദയത്തിൻ്റെ നിറവിൽ ദൈവത്തെ സ്നേഹിക്കുവാനും ശുശ്രൂഷ മനോഭാവങ്ങൾ, അത് കുടുംബജീവിതത്തിലാവാം, ജോലിയിടങ്ങളിലാവാം, വ്യക്തിബന്ധങ്ങളിലൊക്കെ ആവാം, ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും കാരുണ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ മനസ്സിലൂടെ ചെയ്യുന്നവരാകുവാൻ നമ്മളെ ഇന്ന് സുവിശേഷ ഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് നന്മയുടെ മക്കളാവാം, കുറവുകളുണ്ടാവാം, ചുറ്റുപാടുകളിൽ മോശങ്ങളും ഉണ്ടാകുമ്പോഴും തിരികെ വീണ്ടും പത്രോസിനെ പോലെ തിരികെ വരാൻ, മനസ്താപത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് ഈശ്വരയ്ക്ക് അടുക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.